अस्सलामुअलैकुम हेलो फ्रेंड्स, वेलकम बैक टू बिशास किचन। तो आज हम बनाने जा रहे हैं चट्टी पत्तल। ഉണ്ടാക്കാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് വെച്ചിന് ഫ്രൈ പാനിൽ കുറച്ചപ്പോൾ ഇടണം, മുളക് ഇടണം, അരിഞ്ഞിട്ട് വെച്ചാൽ കുറച്ച് 2 ചെറുങ്ങനെ ഉള്ളി മുറിച്ചിട്ട് ഇടണം. അതിനെ ഭയങ്കര ബാട്ടണം. സ്പൂൺ ഇട്ടുകൊണ്ട് വേണം. ഒരു സൈഡിൽ ഞാനില്ലേ 1 കപ്പ് മൈദപ്പൊടിയും 1 മുട്ടയും കുറച്ച് ഉപ്പ് എടുത്തിന്. അതിനെ മിക്സറിൽ അങ്ങനെ അടിച്ചിട്ട് എടുക്കണം. അടിച്ചിട്ട് പിന്നെ പിന്നെ ഒരു പൗണിലേക്ക് ഇട്ടിട്ടില്ല നല്ല നോക്കി നമ്മൾ തള്ള അങ്ങനെ ചൂടുന്ന അതേമാതിരിയാണ് അതിൻ്റെ ആട്ട പിട്ട് അതേമാതിരിയാണ്. ഇനി ഇതേമാതിരി തവയിൽ നമ്മൾ ദോശ തിളപ്പിനെ ചൂടുന്നില്ല അങ്ങനെ വീത്തിയിട്ട് എടുത്താൽ കായ് നന്നാ കായം കായല്ല. ഇതേ കായുമ്പില്ല ഇതേമാതിരി 5-6 ഞാൻ ചൂടുന്നു. അതേമാതിരി ചുട്ടിട്ടെടുത്ത് പിന്നെ ഇതൊരു സൈഡിൽ ഇത് നോക്കും പാട്ടം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അതിനിട്ടൊരു മങ്ങല മിക്സ് ആക്കണം. അതിൻ്റെ അടുത്ത് കയ്യിലിട്ടുകൊണ്ട് വേണം കരിയുമെല്ലാം ഉള്ളി. പിന്നെ മുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ കൊത്തമ്പരിപ്പൊടിയും, ഗരം മസാല 1 സ്പൂൺ, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ഇല്ല അതിടണം. ഇട്ടൊരു ഭയങ്കര മിക്സ് ആക്കണം. അത് മിക്സാക്കി പിന്നെ കോയിൻ്റെ കീമാക്കിയിട്ട് അതിനിടണം. അതിനിട്ടിട്ട് ഭയങ്കര പാട്ടണം. അതിൻ്റെ വെള്ളമെല്ലാം മാറുന്നത് വരെ വെള്ളം ഒഴിക്കാൻ കഴിയില്ല. അങ്ങനെ അതിനെ മിക്സ് ആയിക്കൊണ്ട് വേണം. ഞാൻ അതിൻ്റെ അടുത്ത് കയ്യിലിട്ടോണം. ഇതിൽ പെരിഞ്ചീരകം, ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം. ഭയങ്കര ഇതേമാതിരി നോക്കല്ല. പിന്നെ കൊത്തുമീർ മുറിച്ചിട്ട് ഇടണം. മിക്സായി പിന്നെ ചെറുങ്ങനെ ഇത് റെഡിയായി. ഇത് കോയിൻ്റെ മസാല. പിന്നെ 2 ഞാൻ മുട്ട എടുത്തിന്. അതിലേക്ക് കുത്തിയ മുളകും 1 പിടി കുരുമുളകും 1 പിടി ഉപ്പ് ഇട്ടിട്ടില്ലേ ചാട് മസാല ഇട്ടിട്ട് 1 കപ്പ് പാൽ വീത്തണം. ഇട്ടൊരു ഭയങ്കര മിക്സ് ആക്കണം. അതിനെ മിക്സാക്കി പിന്നെ ദോശയില്ലേ ദോശനെ ഈൽക്ക് മുക്കിയിട്ടില്ലേ ഫ്രൈ പാനിലേക്ക് പിരിക്കണം. അടിക്കൊരു പിടി നെയ്യ് ഇടണം ഫ്രൈ പാനിൽ. ഇതേമാതിരി പിരിച്ചിട്ട് കോയിൻ്റെ മസാല ഇട്ടാൽ പിരിച്ചാൽ കഴിയും. അതിൻ്റെ മേൽക്കില്ല മുട്ട വേണം. ഞാൻ മുട്ടയിൽ 2 പൊങ്ങിയിട്ട് ചെറുങ്ങനെ അതിനെ അരിഞ്ഞിന്. ഇതേമാതിരി അതിൻ്റെ മേൽക്ക് വേണമെങ്കിൽ ഇട്ടാൻ കഴിയും. ഇഷ്ടമില്ല കരിക്ക് ഇട്ടില്ല മോശമില്ല. ഇതേമാതിരി എല്ലാത്തിനും ഇതേമാതിരി ഇങ്ങനെ മുക്കിയിട്ടില്ല 5-6 ഷെപ്പാക്കണം. വേഗ കൊയിടണം, വേഗ പിരിക്കണം. ഇത് ഇങ്ങനെ മുട്ട വെക്കണം, പിരിക്കണം. 5-6 ദിവസം ഇതേമാതിരി ആക്കണം. നോക്കൂ ഇതേമാതിരി ആക്കിയിട്ട് വേഗ മുട്ടൻ്റെ ഇത് ബാക്കിയാന്നില്ലേ മുട്ട കലക്കിയത് അതിനിങ്ങനെ മുളക്ക് സൈഡിലേക്കായിട്ട് വീത്തിയാൻ കഴിയും. പിന്നെ അല്ലെങ്കിൽ മുകളിലേക്ക് മസ്കയും അല്ലെങ്കിൽ ഗീനെ ഒഴിച്ചിട്ട് പിച്ചൊക്കെ വീത്തിയിട്ട് ഒരുപടി എടുത്താൻ കഴിയും. പിന്നെ പിന്നെ ഇതേമാതിരി ഇല്ലേ മറിച്ചിട്ട് എടുക്കണം. നോക്കൂ റെഡിയായി. अगर वीडियो अच्छा लगा तो लाइक शेयर सब्सक्राइब करना ना भूलें। कमेंट डाउन नेक्स्ट वीडियो कौन सा बनाना है।